അധ്യക്ഷൻ സന്നിഹിതനായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രാരംഭവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വിലങ്ങറ ഹെബ്രോൺ ചർച്ചിന്റെ പ്രത്യേക സംഘടനയാകുന്ന PYPയുടെ 2024-25 പ്രവർത്തന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശ്യവാക്യങ്ങൾ 3:5-6. 10/5/2025 കൂടിയ PYP കമ്മിറ്റിയിൽ വായിച്ച് പാസാക്കിയ റിപ്പോർട്ട് പൊതുസഭയുടെ പരിഗണനയ്ക്കായി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. സേവനത്തിനായി രക്ഷിക്കപ്പെടുക എന്ന ആപ്തവാക്യവുമായി സ്ഥാപിതമായ പെന്തക്കോസ്ത് യുവജന സംഘടനയാകുന്ന PYPയെ കഴിഞ്ഞ 77 വർഷമായി നിലകൊള്ളുന്നതിൽ അഭിമാനിക്കുന്നു. കലാലയങ്ങളിൽ പ്രാർത്ഥനാപൂർവം കർമ്മനിരതരായിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജവും ഉണർവിന്റെ അഗ്നിയും സമൂഹത്തിലേക്ക് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചതിന്റെ ബാക്കി പത്രം അത് PYP എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് യുവജന പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായി. നമ്മുടെ പിതാക്കന്മാരെ ദൈവം ഇതിന്റെ ശില്പികളായി ഉപയോഗിച്ചു. അവർ കൈമാറിയ യുവത്വം ഇന്നും കാത്തു സൂക്ഷിക്കുന്നതിന് പിൻതലമുറക്കാരെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. PYP 2024-25 ആധുനികയുടെ പുത്തൻ മേച്ചിൽ പുറങ്ങൾ തേടി പോകുന്നതിനിടയിൽ ദൈവത്തെ അന്വേഷിക്കാൻ മറന്നു പോകുന്ന ഒരു കൂട്ടം യൗവനക്കാരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. വിരൽ തുമ്പിൽ പുതിയ ലോകം സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയുടെ തൊട്ടുപുറകിലോ അല്ലെങ്കിൽ ഒരുപടി മുന്നിലായി ഇന്നത്തെ യുവതലമുറയുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ മോശം വശങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിലകപ്പെട്ടു പോകുന്ന ഒരു തലമുറ. കലാലയ ജീവിതത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മദ്യം, മയക്കുമരുന്ന് എന്നീ ഒട്ടനവധി ലഹരിക്ക് അടിമപ്പെട്ട് യൗവന രക്തം ബലി കൊടുക്കുന്ന യുവതലമുറയുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലും സത്യവേദ പുസ്തകത്തിന്റെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയിൽ പുതിയ ദിശാബോധത്തോടെ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തലമുറയെ വാർത്തെടുത്ത് സമൂഹത്തിൽ മാതൃകയുള്ളവരാക്കി നിർത്താൻ വിലങ്ങറ PYPയെ പ്രതിജ്ഞാബദ്ധരാണ്. യുവജനങ്ങളിൽ ആത്മീക പിന്നോക്കം ഉണ്ടാകാതെയും അവരെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിർത്തിക്കൊണ്ടും അവരിലുള്ള ആത്മീക താലന്തുകളെ തിരിച്ചറിയാനും അത് പ്രകടിപ്പിക്കുവാനുള്ള വേദി കൂടിയാണ് PYP മീറ്റിംഗുകൾ. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നൊരു ദൗത്യം നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഈ പ്രവർത്തന വർഷം തീർത്തും കുറ്റമറ്റതായിരുന്നെന്ന് കരുതുന്നില്ല, പൂർണ്ണത അവകാശപ്പെടുന്നതുമില്ല. പിന്നിട്ട വഴികളിൽ പോരായ്മകൾ കണ്ടേക്കാം. എന്നാൽ നമ്മുടെ കുറവുകളെ തീർത്തു തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ടും പിന്നിട്ട നാളുകളിൽ പ്രാർത്ഥന കൊണ്ടും പിന്തുണ കൊണ്ടും ഒപ്പം നിന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും ഈ വാർഷിക വർഷത്തെ റിപ്പോർട്ട് പൊതുസഭാ സമക്ഷം സമർപ്പിക്കുന്നു. 28/4/2024 ഞായറാഴ്ച സഭായോഗാനന്തരം പാസ്റ്റർ തോമസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ PYP സൺഡേ സ്കൂൾ സോദരി സമാജം വാർഷിക യോഗത്തിൽ PYPയുടെ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിച്ച് പാസാക്കുകയും തുടർന്ന് PYP ഭാരവാഹികളുടെ കാലാവധി 2023-24 വർഷത്തേക്ക് മുൻ ഭരണസമിതിയെ രക്ഷാധികാരി നിലനിർത്തുകയും ചെയ്തു. എന്നാൽ 21/6/2024 കൂടിയ PYP വിശാല കമ്മിറ്റിയിൽ 2024-25 വാർഷിക വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഭരണസമിതി അംഗങ്ങൾ: രക്ഷാധികാരി പാസ്റ്റർ റെജി ജോൺ, പ്രസിഡന്റ് ബ്രദർ സ്റ്റെലിൻ ജോൺ, വൈസ് പ്രസിഡന്റ് ബ്രദർ റോയ് സാമുവൽ, സെക്രട്ടറി ബ്രദർ നെൽസൺ എബ്രഹാം, ജോയിന്റ് സെക്രട്ടറി ബ്രദർ സാൽവിൻ തോമസ്, ട്രഷറർ ഇവാഞ്ചലിസ്റ്റ് ജേക്കബ് ശാലേം, പബ്ലിസിറ്റി കൺവീനർ ബ്രദർ ഡാൻ ജോസ്, കമ്മിറ്റി മെമ്പേഴ്സ് ബ്രദർ സോജുമോൻ ബി, ബ്രദർ ബിജിൻ സജി, ബ്രദർ ജോഷിൻ ജോയി, ബ്രദർ ആശിഷ് ഡേവിഡ്. PYP മീറ്റിംഗ് എല്ലാ മാസത്തിന്റെയും 3ാമത്തെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 10 മണി വരെ PYP മീറ്റിംഗ് നടന്നു വരുന്നു. പ്രായഭേദമില്ലാതെ എല്ലാവരും PYP മീറ്റിംഗിൽ പങ്കെടുക്കുകയും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രോഗ്രാമുകൾ നടത്തുകയും ചെയ്യുന്നു. ഈ വാർഷിക വർഷത്തിലെ 12 PYP മീറ്റിംഗുകൾ നടത്തുവാൻ ഇടയായി തീർന്നു. നമ്മുടെ സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ റെജി ജോൺ PYPയുടെ രക്ഷാധികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. PYP 2024-25 വാർഷിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. സുവിശേഷീകരണം 2027 ആഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശ ജാഥയും പരസ്യയോഗവും PYPയുടെ നേതൃത്വത്തിൽ നടത്തുവാനിടയായി തീർന്നു. വടവോടുമുക്ക്, പിണറ്റുമുകൾ, നെല്ലിക്കോം എന്നീ സ്ഥലങ്ങളിൽ സഭയായി കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ റെജി ജോൺ, പാസ്റ്റർ റെജി കൊട്ടാരക്കര എന്നിവർ വചന ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായി. ഉപവാസ പ്രാർത്ഥന 2025 ഏപ്രിൽ മാസം 14 മുതൽ 20 വരെ 2025 ഏപ്രിൽ മാസം 14 മുതൽ 20 വരെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന PYPയുടെ സഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ ചർച്ചിൽ വെച്ച് നടത്തുവാനിടയായി തീർന്നു. ഉപവാസ ദിവസങ്ങൾ സഭയ്ക്കും കുടുംബങ്ങൾക്കും യൗവനക്കാർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ചെലവുകൾ PYP സഭയിൽ തുല്യമായി വഹിക്കുകയുണ്ടായി. PYP സെൻട്രൽ ക്യാമ്പ് 2024 സെപ്റ്റംബർ മാസം 16-ാം തീയതി
കൊട്ടാരക്കര സെൻട്രൽ PYP നേതൃത്വത്തിൽ ഒരു ഓൺ ഡേ ക്യാമ്പ് കൊട്ടാരക്കര ബേർഷേബിൽ ചർച്ചിൽ വെച്ച് നടത്തുവാൻ അതിൽ നമ്മുടെ 15ഓളം PYP പ്രവർത്തകർക്ക് പോയി പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ലോക്കൽ താലന്ത് പരിശോധന 2024 സെപ്റ്റംബർ മാസം 22-ാം തീയതി ലോക്കൽ താലന്ത് പരിശോധന നമ്മുടെ സഭയിൽ വെച്ച് നടത്തുവാനിടയായിത്തീർന്നു. സബ് ജൂനിയേഴ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ് എന്നീ 3 വിഭാഗങ്ങളിലായി താലന്ത് പരിശോധന നടത്തപ്പെട്ടു. പ്രോമിസ് കാർഡും കലണ്ടർ എല്ലാ വർഷവും ചെയ്തു വന്നിരുന്നത് പോലെ PYPയുടെ വകയായി പ്രോമിസ് കാർഡും സഭയുടെ പ്രോഗ്രാം അടങ്ങിയ കലണ്ടറും ഈ വർഷവും കൊടുക്കുവാനിടയായിത്തീർന്നു. വയനാട് ദുരിതാശ്വാസം. വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട ക്യാമ്പുകൾ താമസിക്കുന്നവർക്ക് വേണ്ടി 10,500 രൂപയുടെ ആവശ്യ സാധനങ്ങൾ വാങ്ങി കൊട്ടാരക്കര സെൻട്രൽ PYPക്ക് കൈമാറുവാനിടയായിത്തീർന്നു. വൺ ഡേ ടൂർ പ്രോഗ്രാം PYPയുടെ നേതൃത്വത്തിൽ 30/10/2024 എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു ദിവസത്തെ വൺ ഡേ ടൂർ പ്രോഗ്രാം നടത്തുവാനിടയായിത്തീർന്നു. ഇതിൽ ഏകദേശം 60ഓളം പേർ പങ്കെടുക്കുവാനിടയായിത്തീർന്നു. നെയിം ബോർഡ് നമ്മുടെ ആരാധനാലയത്തിന്റെ മുൻഭാഗം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി മെയിൻ എൻട്രൻസിൽ പണി കഴിപ്പിച്ച ആർച്ചിൽ ഫിക്സ് ചെയ്ത സിൽവർ കളർ ലെറ്റേഴ്സ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ തുകയായ 23,000 രൂപ PYPയുടെ ഫണ്ടിൽ നിന്ന് നൽകുവാനിടയായിത്തീർന്നു. PYP മിഷൻ ആൻഡ് ചാരിറ്റി PYPയുടെ മിഷൻ ആൻഡ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം വളരെ സജീവമായി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. നേപ്പാളിലും പാലക്കാടുമുള്ള 2 മിഷൻ ഫീൽഡുകൾ കഴിഞ്ഞ 9 മാസമായി 5,000 രൂപ വീതം സാമ്പത്തിക സഹായങ്ങൾ നൽകി വരുന്നു. ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മാസയോഗം, മരണം, ഭവന പ്രാർത്ഥനകൾ എന്നിവയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടി PYP പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആരാധനാലയത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് PYP മുഖ്യ പങ്ക് വഹിക്കുന്നു. അഭിനന്ദനങ്ങൾ. 2024 സെപ്റ്റംബർ മാസം 22-ാം തീയതി കൊട്ടാരക്കര ബേർഷേബിൽ വെച്ച് നടത്തപ്പെട്ട കൊട്ടാരക്കര സെൻട്രൽ PYP താലന്ത് പരിശോധനയിൽ നമ്മുടെ സഭയിലെ PYP പ്രവർത്തകർ കടന്നു പോവുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനിടയായിത്തീർന്നു. ഇവരോടുള്ള PYPയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ PYP ജോയിന്റ് സെക്രട്ടറി, കൊട്ടാരക്കര PYPയുടെ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ബ്രദർ സാൽവിൻ തോമസിനെ കൊട്ടാരക്കര മേഖല PYPയുടെ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തു. ഇത് നമ്മുടെ PYPക്ക് ഒരു അഭിമാനമാണ്. 2023-24 വർഷത്തെ SSC പരീക്ഷയിൽ വിജയികളായിത്തീർന്ന ആശിഷ് ഡേവിഡ്, ഡോണ ജേക്കബ്, ബെനീറ്റ ബിനോയ്, ക്രിസ്റ്റീന സാംസൺ, ആൽബിൻ ബിനി എന്നിവർക്കും 2023-24 വർഷത്തെ +2 പരീക്ഷയിൽ വിജയികളായിത്തീർന്ന ഡാനിയൽ ജോസ്, ജോയൽ ജോസഫ്, ഡേവിസ് ബിജോയ് എന്നിവർക്കും വിലങ്ങര PYPയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ വരേണ്ടതാണ്. പക്ഷേ നമ്മുടെ വാർഷികം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ റിസൾട്ടിൽ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ടിൽ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ PYP പ്രവർത്തകരായിരുന്ന ഡാനിയൽ ജോസ്, ജോയൽ ജോസഫ് എന്നിവർ ഉപരിപഠനാർത്ഥം ബാംഗ്ലൂരിലേക്കും ജെലിൻ ജേക്കബ് ഓസ്ട്രേലിയയിലേക്കും കടന്നു പോകുവാനിടയായിത്തീർന്നു. ഇവരെടുത്തിരിക്കുന്ന കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം അവർക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസയും ചെയ്യുന്നു. ഈ വർഷം നടന്ന PYP മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ജെർമി പണിക്കർ നടത്തുവാനിടയായിത്തീർന്നു. 12 PYP മീറ്റിംഗിൽ നിന്ന് 13 പ്രോഗ്രാം നടത്തി. അതോടൊപ്പം തന്നെ PYP മീറ്റിംഗുകളിൽ തുടർമാനമായി സിസ്റ്റർ മറിയാമ്മ ജോർജ് നടത്തിവരുന്ന ബൈബിൾ ക്വിസിൽ ഈ വർഷം ഫെബി ഷാജി 13 പോയിന്റുകൾ നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കുവാനിടയായിത്തീർന്നു. ജെർമി പണിക്കർക്കും ഫെബി ഷാജിക്കും PYPയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആദരവ്. 2024 മെയ് മാസം 5-ാം തീയതി നമ്മുടെ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ തോമസ് മാത്യുവിന്റെയും കുടുംബത്തിന്റെയും യാത്രയപ്പ് മീറ്റിംഗിൽ വിലങ്ങര PYP ഉപഹാരം നൽകി ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അന്നേ ദിവസം നമ്മുടെ സഭാംഗവും PYPയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ഇവാഞ്ചലിസ്റ്റ് ജോസ് തോമസിനെയും കുടുംബത്തിനെയും മണ്ണൂർ സെന്ററിലെ കരവാളൂർ IPC എലീറ്റ് സഭയുടെ ശുശ്രൂഷകനായി സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചയക്കുകയും PYPയുടെ പേരിലുള്ള ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. നവകുടുംബം. നമ്മുടെ PYP പ്രവർത്തനായിരുന്ന ബ്രദർ മൈക്കിൾ ജോണി വർഷം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ കുടുംബത്തിന് PYPയുടെ പേരിലുള്ള ഉപഹാരം നൽകുവാൻ ഇടയായിത്തീർന്നു. കുടുംബമായ ദൈവത്തിനു വേണ്ടി ആമേൻ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. ഒരു PYP അംഗത്തെ പോലെ നിന്ന് എല്ലാ ആലോചനകളും പ്രോത്സാഹനം കൈത്താങ്ങലുകളും നൽകി വരുന്ന PYPയുടെ രക്ഷാധികാരിയും നമ്മുടെ സഭയുടെ ശുശ്രൂഷകനുമായ പാസ്റ്റർ റെജി ജോർജിനോടും കുടുംബത്തോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ PYP പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകി തരുന്ന സഭാ കമ്മിറ്റി PYP പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ഉദാരമായി നൽകി വരുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള മുൻകാല PYP പ്രവർത്തകർ പ്രാർത്ഥന കൊണ്ടും നല്ല വാക്കുകൊണ്ടും എന്നും PYPയോട് ചേർന്ന് നൽകുന്ന സഭാവിശ്വാസികൾ, PYPയുടെ നെടുന്തൂണുകളായി നിന്ന് പ്രവർത്തിക്കുന്ന PYP പ്രവർത്തകർ, PYP എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരോടുള്ള PYPയുടെ നിസ്സീമമായ നന്ദി ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപസംഹാരം. ഹെബ്രോൻ വിലങ്ങര സഭയുടെ പുത്രികാ സംഘടനയാകുന്ന PYPയുടെ 2024-25 പ്രവർത്തന വർഷത്തെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ വായിച്ചു കേട്ടത്. പരിമിതികൾ ധാരാളം ഉണ്ടായിട്ടും ദൈവകൃപയിൽ ആശ്രയിച്ചു PYP പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുവാൻ ഈ
ഈ വർഷവും ഇടയായിത്തീർന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വരും നാളുകളിൽ ഇതിലും അധികം ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടും കഠിനാധ്വാനത്തോടും കൂടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രത്തോളം നമ്മുടെ PYP പ്രവർത്തനങ്ങളെ വളരെ അനുഗ്രഹീതമായി നടത്തി വരുന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിക്കുന്നു എന്ന് PYPക്ക് വേണ്ടി സെക്രട്ടറി നെൽസൺ എബ്രഹാം. ആകെ വരവ് 2,16,048, ആകെ ചിലവ് 1,66,257 രൂപ, നീക്കി ബാക്കി 35,391 രൂപ. PYP മിഷൻ ആൻഡ് ചാരിറ്റിയുടെ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട് കൊടുപ്പിനാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ലൂക്കോസ് 6:38. കർത്താവിൽ പ്രിയരി, വിലങ്ങറ ഇന്ത്യ പെന്തോക്കോസ് ദൈവസഭയുടെ പുത്രികാ സംഘടനയാകുന്ന PYPയുടെ മിഷൻ ആൻഡ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ അനുഗ്രഹമായി നടന്നു വരുന്നു. 2018 ആരംഭിച്ച ഈ പ്രവർത്തനം 6 വർഷമായി വിജയകരമായി പൂർത്തീകരിച്ച് 7ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. കഴിഞ്ഞ 6 വർഷം കൊണ്ട് കേരളത്തിനകത്തും പുറത്തുമായി അനേക പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടയായിത്തീർന്നു. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ് ആൻഡ് ലുക്ക് അറ്റ് ദ ഫീൽഡ് എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞ വർഷങ്ങളിൽ നിരാലംബർ, രോഗികൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നോർത്ത് ഇന്ത്യൻ മിഷണറി ധനസഹായങ്ങൾ, അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവദാസന്മാർ എന്നിവർക്കുള്ള സഹായങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. കോയിൻ ബോക്സ്, നോർത്ത് ഇന്ത്യൻ മിഷൻ ഫീൽഡിന്റെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ ഭാഗമായി സഭയിലുള്ള എല്ലാ ഭവനങ്ങളിലും കോയിൻ ബോക്സുകൾ നൽകുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ വർഷത്തെ കോയിൻ ബോക്സ് കളക്ഷൻ ചെയ്തപ്പോൾ 37,234 രൂപ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. കോയിൻ ബോക്സ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നൽകി തന്ന സിസ്റ്റർ ലീലാമ ഷാജി, ബ്രദർ സാം ജോർജ് വേങ്ങവിള എന്നിവരാണ്. ഇവരെ PYP മിഷൻ ആൻഡ് ചാരിറ്റി ഉപകാരം നൽകി ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം ഇവരോട് രണ്ടുപേരോടുള്ള നന്ദി ഈ അവസരത്തിൽ PYP മിഷൻ ആൻഡ് ചാരിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ കോയിൻ ബോക്സ് കളക്ഷൻ ആത്മാർത്ഥമായി സഹകരിച്ച സഭയിലെ കുടുംബങ്ങളോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. 2024-25 കാലവർഷത്തിലെ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസ സഹായം. ഇഞ്ചവ ജംഗ്ഷനടുത്ത് താമസിക്കുന്ന ആതിര എന്ന വിദ്യാർത്ഥിക്ക് 10,000 രൂപ വിദ്യാഭ്യാസ സഹായം നൽകുവാൻ ഇടയായിത്തീർന്നു. കരവാളിലുള്ള അനിത ഷാജി എന്ന വിദ്യാർത്ഥിക്ക് 2,000 രൂപ വിദ്യാഭ്യാസ സഹായം നൽകുവാൻ ഇടയായിത്തീർന്നു. ദൈവദാസന്മാർക്കുള്ള സഹായങ്ങൾ. ബെഥെസ്ദ ഗോസ്പൽ മിനിസ്ട്രി നരിക്കൽ സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ സജി മണിക്ക് 2,000 രൂപ സാമ്പത്തിക സഹായം നൽകുവാൻ ഇടയായിത്തീർന്നു. പൂഞ്ഞാറിലുള്ള രഹബോത്ത് IPC ചർച്ചിലെ പാസ്റ്റർ രഞ്ജിത്തിന് 2,000 രൂപ സാമ്പത്തിക സഹായം നൽകുവാൻ ഇടയായിത്തീർന്നു. മിഷൻ ഫീൽഡ് സഹായങ്ങൾ. നേപ്പാളിലെ ജാഫ മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ അഭിനവുമായി പവൻ ചിമ്പുവിനും കുടുംബത്തിനും 2024 ആഗസ്റ്റ് മാസം മുതൽ 5,000 രൂപ സഹായം നൽകി വരുന്നു. പാലക്കാട് അട്ടപ്പാടി മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ വീണ വിനോദിനും കുടുംബത്തിനും 2024 ആഗസ്റ്റ് മാസം മുതൽ 5,000 രൂപ സാമ്പത്തിക സഹായം നൽകി വരുന്നു. ഈ 2 മിഷൻ ഫീൽഡുകളുമായി കഴിഞ്ഞ 9 മാസമായി 90,000 രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ നൽകുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വരും വർഷങ്ങളിൽ മിഷൻ ആൻഡ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇതിലും മികച്ച രീതിയിൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ വലിയ സാമ്പത്തിക നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയില്ല, എന്നാൽ എല്ലാവർക്കും ആരെയെങ്കിലും സഹായിക്കാൻ കഴിയും എന്ന റൊണാൾഡോ റീഗന്റെ വാക്കുകൾ വളരെ ചിന്തനീയമാണ്. കർത്താവ് പറഞ്ഞത് ഈ എളിയവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്ക് വേണ്ടി ചെയ്തതാകുന്നു. നന്ദി. ഇത്രത്തോളം ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സർവ്വകൃപാലുവായ ദൈവത്തിനും ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള ഈ സഭയിലെ എല്ലാ ദൈവമക്കൾക്കും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകി വരുന്ന PYP എക്സിക്യൂട്ടീവ് സഭാ ഭാരവാഹികൾ, ആവശ്യമായ നിർദ്ദേശങ്ങളും പിന്തുണകളും നൽകി വരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി ജോർജ് കുടുംബത്തോടുമുള്ള ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ ഉപസംഹരിക്കുന്നു എന്ന മിഷൻ ആൻഡ് ചാരിറ്റിക്ക് വേണ്ടി കൺവീനർ നെൽസൺ എബ്രഹാം. ആകെ വരവ് 1,24,226 രൂപ, ആകെ ചിലവ് 1,80,500 രൂപ, നീക്കി ബാക്കി 15,726 രൂപ. നമ്മുടെ മിഷൻ ഫീൽഡിന്റെ പ്രവർത്തനത്തെ കുറിച്ച് 1-2 വീഡിയോകൾ ഒരു 2 മിനിറ്റിനകത്ത് നിങ്ങളെ കാണിക്കുവാൻ ഈ അവസരത്തിൽ താല്പര്യപ്പെടുന്നു.
നേപ്പാളിലുള്ള നമ്മുടെ പ്രവർത്തനമാണ്. ആശംസ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ. Greeting and wishing you all from Nepal. We always keep on praying for you all. Thank you. May God bless you all. And we're so much thankful, especially to the youth leaders, church leaders, pastors, and all the believers. Because of your prayer and support, we are doing great and we are blessed. And congratulations to Background Church Malaysia on another days of faith and growth. May your work in the community continues to flourish, and may the Lord good bless you all. Thank you so much. Happy anniversary. ഈ കർത്താവദാസി കുടുംബമാണ് ഇവിടെ മീറ്റിംഗിൽ നടന്ന ആശംസ വീഡിയോ അയച്ചിട്ടുണ്ട്. അതുകൂടെ വിതരണത്തിൽ നിങ്ങൾ കാണിക്കും. സൺഡേ സ്കൂളിലെയും സോദരി സമാജത്തിന്റെയും വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർണ്ണത്തിലെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അനേകരുടെ ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അനേക കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാനും അനേക യൗവനക്കാരെ കർത്താവിന് വേണ്ടി പ്രബോധനപ്പെടുത്തുവാനും അനേകരുടെ ഹൃദയങ്ങൾ നടത്തിക്കുന്ന പ്രാർത്ഥനയും പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. 2025 ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. കഴിഞ്ഞ നാളുകളിൽ ഒരു കോയിൻ ബോക്സുകൾ തന്നിട്ടുണ്ട്. 2 മാസം കൂടെ കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കും. ആ കാര്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഈ ധാരണത്തിൽ ഓർമ്മിക്കും.